ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ബുക്ക് റാപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി, 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ വലിയൊരു ടാസ്ക്കാണ് ബുക്കൊക്കെ റാപ്പ് ചെയ്ത് പിന്ന് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ടിപ്സ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിത് ബുക്ക് റാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോ എടുത്താലോ. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബുക്കൊക്കെ എങ്ങനെ റാപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഏത് റാപ്പറാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുന്ന പുസ്തകത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 എണ്ണം ഒരേപോലെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ച പീസ് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 2-3 പീസ് നമുക്ക് എത്രയാണോ നോട്ട്സിന് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഒരേ വലിപ്പത്തിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പണി കുറഞ്ഞു കിട്ടും. ഓരോന്നിനുമായിട്ട് ഇങ്ങനെ അളന്നിട്ട് മുറിച്ചെടുക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. ഒരു പീസ് ഒന്ന് അളന്നെടുക്കുക. അതിന് ശേഷം അതേ വലിപ്പത്തിലൊരു എത്ര നോട്ടാണോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നോട്ടിൻ്റെ പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ നോട്ട് ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് നമുക്ക് ഇതിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ നോട്ടിൻ്റെ ചട്ടയുണ്ടല്ലോ, ആ ചട്ടയുടെ ഉള്ളിലേക്ക് ഈ പൊതി ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഫിക്സായിട്ട് നിന്നോളും. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ മറുവശവും നമുക്ക് ഇങ്ങനെ തന്നെ ഈ ചട്ടയുടെ ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോട്ടിൻ്റെ പകുതി പണി നമുക്ക് ഇതിലൂടെ തന്നെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഫിക്സ് ആയി കിടന്നല്ലോ. ഇനി നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് 2 സൈഡും ഈക്വലായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് അടയാളപ്പെടുത്താൻ പാടുള്ളൂ. എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ പുസ്തകം പൊതിയുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ അനിയനും എനിക്കൊക്കെ ഞാൻ തന്നെയാണ് പൊതിയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രത്തോളം വെറുപ്പിക്കുന്ന ഒരു പണിയില്ല. ഇനി ഞാനൊരു കത്രിക വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നീളത്തിനനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ചിലർ ഈ കത്രികയുടെ വയ്ക്കുന്നില്ല, അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നീളത്തിൽ വരച്ച് കൊടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ പൊതിയുമ്പം അതിനൊരു ഫിനിഷിങ് കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. എന്നിട്ടിത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേപ്പിന് ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അത് 2 സൈഡും ഞാൻ ഇതുപോലെ തന്നെ മടക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റേപ്പിന് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്തൊക്കെ മതിയാവും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നോട്ടൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പൊതിയുടെ ചെറിയൊരു ഭാഗം ഇങ്ങനെ ഫിനിഷിംഗ് ഇല്ലാതെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇത് നല്ല പോലെ ഫിക്സായിട്ട് ഇവിടെ ഇരുന്നോളൂ കേട്ടോ. സ്റ്റേപ്പിന് ചെയ്യാതെ തന്നെ ഇത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ സ്റ്റേപ്പിന് ചെയ്യുന്നുണ്ട്. ചെറിയ മക്കളായതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നാളെ തന്നെ പൊതി വേറെ നോട്ട്ബുക്ക് വേറെ ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാനിത് പിന്നെയും പൊതിഞ്ഞ് കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഇപ്പം ഞാൻ സ്റ്റേപ്പിന് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണമൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു നീളവും വീതിയും കണക്കാക്കിയിട്ട് നീളത്തിലൊരു 3 പിന്നും വീതിയിൽ ഞാൻ ഒരു പിന്നുമാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെ നല്ലോണം ഫിക്സായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊരു ഏകദേശം ഒരു മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു 10-15 പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത്രയും നോട്ട്സ് ഉണ്ട് എനിക്ക്. ഇതിപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഒരു അളവ് വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. ഓരോ പുസ്തകത്തിന് കണക്കാക്കി.
ഇപ്പം ഞാൻ ഒരാളെ പുസ്തകം നല്ലോണം റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവൻ്റെ നോട്ട് കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ റാപ്പ് ചെയ്യാനുള്ള നോട്ട് ഞാൻ ആ പുസ്തകത്തിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മൂത്ത മോൻ്റെ ബുക്സാണ് റാപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിനെടുക്കുന്നത് വേറെ കളർ റാപ്പറാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ മക്കൾക്ക് ബുക്ക് മാറിപ്പോവുകയില്ല, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ 2-3 മക്കളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ. ഇനി ഞാൻ പുസ്തകം എങ്ങനെയാണ് റാപ്പ് ചെയ്യാൻ എടുക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലൊരു ബുക്ക് എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. അതിന് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അത് അളന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു പുസ്തകത്തിൻ്റെ അളവിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളൊന്നെങ്കിൽ കൈകൊണ്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നീളമുള്ള സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എനിക്കതൊരു എളുപ്പമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതിൻ്റെ താഴെ ഒരു വിരൽ നഖം കൊണ്ടൊരു മാർക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുകയാണ്. നമുക്ക് എത്ര പുസ്തകമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ ഒരു മാർക്ക് വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കേണ്ട പാട് നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ റാപ്പർ ചുരുണ്ട് കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു പാടുള്ളൊരു കാര്യം അതായിരിക്കും. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇത് കട്ട് ചെയ്തെടുക്കലാട്ടോ. പൊതിയാൻ ഈസി ആയിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു നഖം കൊണ്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇനിയും നമുക്കിത് നമ്മൾ അളന്നെടുത്ത മെഷർമെൻറ്റ് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഒന്നുകൂടി ജസ്റ്റ് ആ അളവിനാണോ എന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും. എന്നിട്ടിപ്പോൾ ഒരു 7 പുസ്തകമൊക്കെ ആണെങ്കിൽ ആ 7 പുസ്തകത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ റാപ്പർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെയാണോ റാപ്പ് ചെയ്യൽ, ഇങ്ങനെയാണോ ചെയ്യാറെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാനിത് കട്ടൊന്നും ചെയ്തിട്ടില്ല, സ്പീഡും കൂട്ടിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോർമലിൽ തന്നെയാണ് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്ര പുസ്തകത്തിനാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പുസ്തകത്തിനിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 7 പുസ്തകത്തിന് കണക്കാക്കി ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഈ മടങ്ങിക്കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് 7 പുസ്തകത്തിന് പൊതിയാനുള്ള റാപ്പർ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അധികം ആൾക്കാരും ഓരോന്നായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് സമയവും പോവും, നമുക്ക് ഇത് പൊതിഞ്ഞെടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, കുറേ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു മുഷിപ്പ് വരൂലേ, അതും ഇല്ലാതായി ആയി കിട്ടും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ തീർത്ത് നമുക്ക് പോകാനും പറ്റും. എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതായിരുന്നു കേട്ടോ. ഇപ്പം കുറേ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് ഇതിനോടൊരു ഇഷ്ടമില്ലാതെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ 7 പുസ്തകം പൊതിയാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുസ്തകം പൊതിയാൻ തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു റാപ്പർ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഒരു പുസ്തകത്തിൽ നിന്നും ഒരു പുസ്തകം എടുത്തിട്ട് ഇത് നമുക്ക് പൊതിയാം. നേരത്തെ ഞാൻ നോട്ട്ബുക്ക് പൊതിഞ്ഞ അതേ മെത്തേഡിൽ തന്നെയാണ് ഈ പുസ്തകവും പൊതിഞ്ഞെടുക്കുന്നത്.
ആ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാവാത്ത ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് പുസ്തകത്തിൻ്റെ കണക്കാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പൊതിയുടെ മുകളിൽ കൂടെ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഏകദേശം ലെവലാണോ എന്ന്. രണ്ട് സൈഡും കറക്റ്റായിരിക്കണം കേട്ടോ. ഇപ്പോൾ നോട്ട്ബുക്കൊക്കെ ആണെങ്കിൽ കുറേ സ്പേസ് ഉണ്ടാവും, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ പുസ്തകമൊക്കെ ആണെങ്കിൽ, ടെക്സ്റ്റ് ബുക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം അതിൻ്റെ എൻഡ് വരെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഈ രണ്ട് സൈഡും ഇങ്ങനെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇത് നല്ലോണം ഫിക്സായി കിട്ടും നമുക്ക്. എന്നിട്ടൊരു കത്രിക വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ടേം പുസ്തകം കിട്ടുന്നവരെ ഈ പൊതിയൊന്നും ഈ റാപ്പ് ചെയ്തതൊന്നും അഴിഞ്ഞു പോകത്തുമില്ല. അടുത്ത ടെക്സ്റ്റ് ബുക്ക് വരുന്നവരെ ഇത് നല്ലോണം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും